ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഇൻസൈറ്റ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC 2021 ഫെബ്രുവരി മാസം നടത്താനിരിക്കുന്ന പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ് ആണ്. ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ആൻസർ കോസ്റ്റാറിക്കയാണ്. അടുത്ത ചോദ്യം, അടിയന്തരാവസ്ഥ എന്ന ഭരണഘടനയിലെ ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് സ്വീകരിച്ചിട്ടുള്ളത്? ജർമ്മനിയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന ഭരണഘടനയിലെ ആശയം കടമെടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാമ്പാർ നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? റാഞ്ചിയിലാണ് ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ് ബിർസ മുണ്ട വിമാനത്താവളം. അടുത്ത ചോദ്യം, എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ആയുർദളം എന്നാണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം, 2019 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ജയ്പൂരാണ് 2019 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. അടുത്ത ചോദ്യം നോക്കാം. ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം ഏത് നവോത്ഥാന പ്രമുഖൻ്റേതാണ്? ആനന്ദ തീർത്ഥൻ്റേതാണ് ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം. അടുത്ത ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. അദ്ദേഹത്തിന് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന PMSBY എന്ന അപകട ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പരമാവധി ഇൻഷുറൻസ് തുക എത്രയാണ്? 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് തുക ലഭിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന അഥവാ PMSBY. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ട്രെയിനായ തേജസ് ഏത് റൂട്ടിലാണ് സർവീസ് നടത്തുന്നത്? ആൻസർ ഡൽഹി ലക്നൗ റൂട്ടിലാണ് തേജസ് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാക്കിയ വേൾഡ് ഹാപ്പിനെസ് സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ് ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാക്കിയ വേൾഡ് ഹാപ്പിനെസ് സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സ്വരാജ് ട്രോഫി 2019 ഏത് ബ്ലോക്ക് പഞ്ചായത്തിനാണ് ലഭിച്ചത്? നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ് 2019 സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, തെഹ്രി ഡാം എന്ന അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരാഖണ്ഡിലെ ഭാഗീരഥി നദിയിലാണ് തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, 2ാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യ ഭരിച്ച വൈസ്രോയി ആരാണ്? ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു 2ാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യ ഭരിച്ചത്. അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ശശി തരൂരിൻ്റെ നോവലിൻ്റെ പേരെന്താണ്? ആൻ ഇറ ഓഫ് ഡാർക്ക്നെസ്, ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ എന്ന കൃതിക്കാണ് ശശി തരൂരിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, പെൻഷൻകാർക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ജീവൻ പ്രമാൺ എന്നാണ് പെൻഷൻകാർക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്ന പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം,
സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 34 ജഡ്ജിമാരാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഉള്ളത്. അടുത്ത ചോദ്യം, ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ജമുന എന്ന പേരിലാണ് ബംഗ്ലാദേശിലെ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ച രാജാവ് ആരാണ്? നരസിംഹദേവ ഒന്നാമനാണ് കൊണാർക്കിൽ സൂര്യക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്കയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ആർട്ടോകാർപ്പസ് ഹെട്രോഫില്ലസ് എന്നാണ് ചക്കയുടെ ശാസ്ത്രനാമം. അടുത്ത ക്വസ്റ്റ്യൻ, ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഏത് മേഖലയിലെ ഗണ്യമായ നേട്ടത്തിനാണ് നൽകുന്നത്? സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കൈവരിക്കുന്ന നേട്ടത്തിനാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് നൽകുന്നത്. അടുത്ത ചോദ്യം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്താണ്? ടെസ്ലയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ്. ഗ്ലാസിന് നീല നിറം നൽകുവാൻ ഉപയോഗിക്കുന്ന സംയുക്തത്തിൻ്റെ പേരെന്ത്? കൊബാൾട്ട് ഓക്സൈഡാണ് ഗ്ലാസിന് നീല നിറം നൽകുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകം ഏതാണ്? ഡയോക്സിനാണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകം. അടുത്ത ചോദ്യം, തലച്ചോറിലെ സെറിബ്രൽ കോർട്ടെക്സിലെ ഇടതു വലതുമായ അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നാഡീവ്യൂഹം ഏതാണ്? കോർപ്പസ് കലോസം ഉപയോഗിച്ചാണ് തലച്ചോറിലെ സെറിബ്രൽ കോർട്ടെക്സിലെ ഇടതു വലതുമായ അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ വാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിൽ കണ്ണാറയിലാണ് കേരളത്തിലെ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, 17ാം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? 2019 ദോഹയിലായിരുന്നു 17ാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത്. യോഗക്ഷേമം വഹാമൃഹം എന്ന ആപ്തവാക്യം ഏത് സ്ഥാപനത്തിൻ്റെ മുഖമുദ്രയാണ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ LICയുടെ മുഖമുദ്രയാണ് യോഗക്ഷേമം അഥവാ വഹാമൃഹം. യോഗക്ഷേമം വഹാമൃഹം. അടുത്ത ചോദ്യം, ദേശീയ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം? മാർച്ച് 4-ാം തീയതിയാണ് ദേശീയ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപകൻ ആരാണ്? കുമാരഗുപ്തൻ ഒന്നാമനാണ് നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ കൊടുമണാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്ത്. 11ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്ന സ്ഥലം? ബ്രസീലിലെ ബ്രസീലിയയിലാണ് 11ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും. തുടർന്നും ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്